കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നമ്മളെല്ലാവരും ഇവിടെ കണ്ടിട്ട് ഒരുപാട് നാളായി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് കണ്ടതാണ്. അതിനുശേഷം ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഞാൻ ഇപ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഇന്നലത്തെ കേരള നിയമസഭയിലെ പോലീസ് അതിക്രമണത്തെക്കുറിച്ച് ചർച്ചയ്ക്കിടയിൽ LDF അംഗങ്ങളിൽ നിന്നുണ്ടായ ഏകപക്ഷീയമായ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള പരാമർശനങ്ങൾ, ആക്രമണങ്ങൾ, അത് കേട്ടപ്പോൾ എന്തെങ്കിലും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട് 21 വർഷങ്ങൾ പൂർത്തിയായി. 2004 കേരളം വിട്ടതാണ് രാഷ്ട്രീയത്തിൽ നിന്നും. അതിനുശേഷം എന്നെക്കുറിച്ചും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ചും വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട്. ഞാൻ അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആവശ്യം വന്നാൽ, ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞിട്ട്, ഇലക്ഷൻ കഴിഞ്ഞ് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ അത്രയും വൈകണ്ട ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തോന്നിയില്ല. കഴിഞ്ഞ 21 വർഷമായി LDF എൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രധാനമായും ഉന്നയിക്കുന്ന 2 കാര്യങ്ങൾ ഇന്നലെയും അവർ ശക്തമായി ആവർത്തിച്ചു. ഒന്ന് ശിവഗിരിയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ, കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. ചേർത്തല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 2 പ്രാവശ്യം ചേർത്തല സ്കൂളിൽ ഗുരുദേവൻ്റെ മഹാസമാധി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, വിദ്യാർത്ഥികളും, നാട്ടുകാരും ഒരുമിച്ച് ആചരിക്കുന്നതാണ്. 2 പ്രാവശ്യം ഞാൻ ഗുരുദേവ മഹാസമാധിയുടെ ആചരണ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ചേർത്തല സ്കൂളിൻ്റെ പേര് ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നായിരുന്നു. ഞാൻ പ്രതിപക്ഷ നേതായിരുന്ന എൻ്റെ കാലഘട്ടത്തിൽ ചേർത്തലയിലെ ഒരു സുഹൃത്ത് പഴയ രേഖകളെല്ലാം കാണിച്ച് ചേർത്തല സ്കൂളിൻ്റെ സ്ഥാപനത്തിന് ഗുരുദേവൻ നൽകിയ സംഭാവനകളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. ആ കത്ത് സഹിതം ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവായ ഞാൻ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി ജെ ജോസഫിനൊരു കത്തയച്ചു.
ഉടൻ തന്നെ വി ജോസഫ് എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂളിനെ ചേർത്തല ഗവൺമെൻറ് ശ്രീനാരായണ ഹൈസ്കൂളിനാക്കി വരും. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുരുസ്വാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ആദരപൂർവ്വം നിലപാട് സ്വീകരിച്ചാലാണ്. ശിവഗിരിയിൽ എത്രയോ തവണ യൂത്ത് കോൺഗ്രസിലുണ്ടായപ്പോൾ, APC-യിലുണ്ടായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയൊരു കാര്യം നടന്നു. അവിടെ 95-ൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെൻറ് ചുമതലയാണ്, പോലീസിൻ്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ, ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. അതും ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെയല്ല. ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങൾ നടക്കും. ചിലപ്പോൾ ഏകകണ്ഠമായി, ചിലപ്പോൾ മത്സരത്തിൽ കൂടി. മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗിരിയുടെ പാരമ്പര്യം. പക്ഷെ 95-ൽ മാത്രം അത് നടന്നില്ല. തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗക്കാർക്ക് സ്വാമി പ്രകാശാനന്ദ നേതൃത്വം കൊടുക്കുന്ന ഭൂരിപക്ഷ പാനലിന് വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ ന്യായം സ്വാമി പ്രകാശാനന്ദയ്ക്കും കൂട്ടർക്കും ഭരണമേൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കായുവൽക്കരിക്കപ്പെടും. ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക. പ്രകാശാനന്ദയും കൂട്ടരും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു. കീഴ്ക്കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്കും അനുകൂലമായി വിധി എഴുതി. ആമീൻ പോകും. അവിടെ തടസ്സങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ചില സംഘർഷത്തിന് അന്തരീക്ഷം ഉണ്ടാകും. പോലീസ് ഇടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല. അവയെ മടങ്ങി വരും. അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ബെഞ്ചിൽ ആ കേസ് വന്നു. രണ്ടു ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു. ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായ ഭൂരിപക്ഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ്. അവർക്ക് അധികാരം കൈമാറ്റം നടത്തിയേ പറ്റൂ. അതിനെ ഗവൺമെൻറ് സഹായിക്കണം, പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു. ആമീനുമായി
പ്രകാശാനന്ദ സ്വാമിയും കൂട്ടരും പോയി. അപ്പോഴും തടസ്സം, മടങ്ങിപ്പോയി. രണ്ടാമതും പോയി, അപ്പോഴും തടസ്സം. മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം പറഞ്ഞു, ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം. അതിന് പോലീസിൻ്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കീഴ്ക്കോടതി വിധി ഉണ്ടായി. ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു. എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചനകൾ 3-4 മാസത്തിൽ നടന്നു. എതിർക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. മൂന്നാമത്തെ വിധി കഴിഞ്ഞും കുറേ ദിവസം കൂടി ഞങ്ങൾ കാത്തിരുന്നു. ഏതാനും ആഴ്ച കൂടി. അതിനുശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ടെല്ലാം ആലോചിച്ച് ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബലിയാടാകും, ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാകും. അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ കൂടി വിജയിച്ചവരും ശിവഗിരിയിലേക്ക് യാത്ര എത്തിച്ചേർന്നു. കൂടെ പോലീസും ഉണ്ടായിരുന്നു. അപ്പോഴും തടസ്സം വന്നു. അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഹൈക്കോടതി ഡയറക്ഷനുണ്ട്. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിൽക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല, ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. അവിടെ ശിവഗിരിയിലെ സ്വാമിമാർ 2 ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരം ഏൽപ്പിക്കാൻ മറുഭാഗം മടിച്ചപ്പോൾ ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെൻറ്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമവാഴ്ച നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെൻറ് പോലീസ് അവിടെ ഇടപെട്ടത്. അതാണ് ഞാനെന്തോ അക്രമം കാണിച്ചെന്ന് പറയും. 21 വർഷമായി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ ആരും പറയാനുമില്ല. ഇന്നലെയോ തന്നെ പറഞ്ഞിട്ടുണ്ട്.